കുറച്ചൊന്നുമല്ല, കുറച്ചധികം തന്നെ ലേറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി 27 റിസീവ് ആയിട്ടുണ്ടായിരുന്ന ബിലേറ്റഡ് ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈ ഒരു ബോക്സിൽ. എൻ്റെ ഫ്രണ്ട് അനീസ എനിക്ക് വേണ്ടിയിട്ട് സെൻഡ് ചെയ്ത ബർത്ത്ഡേ ഗിഫ്റ്റാണിത്. 1 മന്തോളം ഇത് ഡിലേ ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അപ്ലോഡ് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. കാരണം ഈ ഒരു ഗിഫ്റ്റ് എനിക്ക് അത്രയും സ്പെഷ്യലാണ്. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് ഉണ്ടാവുക എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റോടെയാണ് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്തത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നത്. അൺബോക്സ് ചെയ്ത ടൈമിൽ ഫസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ക്ലോ ക്ലിപ്സ് ആണ്. അതിൽ ഈ ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ക്ലോ ക്ലിപ്സ് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. സോ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലോ ക്ലിപ്സ് ഉണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സ്പീക്കറാണ്. എനിക്കത് ഗിഫ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒരു ബ്രൗൺ ബേജ് തീം ഭയങ്കര ഇഷ്ടമാണ്. സോ അത് മനസ്സിലായതുകൊണ്ടിട്ടാണ് എനിക്ക് ആ ഒരു സ്പീക്കർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ ഞാൻ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് ടൈം സെഫോറയിൽ പോകുമ്പോൾ അതിൻ്റെ ക്യാരി ബാഗ് ഒരെണ്ണം എനിക്ക് വേണമെന്ന്. എനിക്ക് ജങ്ക് ജേർണലിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ ഒരു സെഫോറിൻ്റെ പാക്കേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതും ഓർത്ത് വെച്ചിട്ട് ഈ ഒരു ഗിഫ്റ്റിൻ്റെ കൂടെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഐ എം സോ ഹാപ്പി. ആൻഡ് കുറച്ച് ആൻറ്റി ടോണിഷ് ആക്സസറീസ് ഉണ്ടായിരുന്നു, റിങ്സ്, ബ്രേസ്ലെറ്റ്, ഹാൻഡ് ചെയിൻസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. ആൻഡ് അതുപോലെ ലാസ്റ്റ് ടൈം തായ്ലൻഡിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ ഈ ഒരു വേഫേഴ്സും കേക്ക്സൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് തായ്ലൻഡിൽ നിന്ന്. അതുപോലെ ഈ ഒരു നെയിം എൻഗ്രേവ് ചെയ്തിട്ടുള്ള പെന്ന് അതും തായ്ലൻഡിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നെക്സ്റ്റ് നമുക്കുണ്ടായിരുന്നത് കുറച്ച് ഷീറ്റ് മാസ്ക് ആണ്. നൈക്കയുടെ ഷീറ്റ് മാസ്ക് ഉണ്ടായിരുന്നു, അതുപോലെ ടോണി മോളി ഷീറ്റ് മാസ്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സിൽവർ ക്ലിപ്സ് ഇതും തായ്ലൻഡിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ആൻഡ് ഇത് വന്നിട്ട് ഒരു ക്രോഷയുടെ ഒരു ഹെഡ്ഫോൺ ഹോൾഡറാണ്. അത് എനിക്കിതുപോലെ വൈറ്റ് ബ്രൗൺ തീം ഇഷ്ടമായതുകൊണ്ട് ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. നെക്സ്റ്റ് ഒരു ഇറേസർ ഉണ്ടായിരുന്നു, നൈക്കയുടെ ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. ആൻഡ് ഇതും തായ്ലൻഡിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സർപ്രൈസ് ആക്കിയ ഒരു കാര്യമാണ് എൽഫിൻ്റെ ഈ ഒരു ടിൻറ്റ്. കാരണം ഞാൻ ഇതിൽ നല്ലൊരു ഷെയ്ഡ് ഫിക്സ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ ഷെയ്ഡിന് പകരം എനിക്ക് ആ പ്രോഡക്റ്റ് തന്നെ വാങ്ങി തന്നു. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് സിസേഴ്സ് ഉണ്ടായിരുന്നു, കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു, കുറച്ച് സ്റ്റിക്കി നോട്ട്സ്, വാഷി ടീപ്പ്, അതുപോലെ ഈ ഒരു ഡെസ്ക് കാലണ്ടർ. ഇതിലിങ്ങനെ 3 റിങ്സ് വരുന്നുണ്ട്, നമുക്ക് ഡേറ്റ് മാറ്റി മാറ്റി അത് വെക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് അതിലുണ്ടായിരുന്നത് തായ്ലൻഡിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബ്രൗൺ തീമിൽ വന്നിട്ടുള്ള ഒരു നോട്ട്ബുക്കാണ്. സോ ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സിൽ ഉണ്ടായിരുന്നത്. ഇതെനിക്ക് എൻ്റെ യൂട്യൂബ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് അനീസ ഫോർ സെൻഡിങ് ദിസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.